ഇങ്ങോട്ട് വന്ന് ഹായ് പറ. ഹായ് പറ. നമ്മളെവിടെ പോണ? ഹായ് ഫ്രണ്ട്സ്. എന്തിന്? ആർക്ക് ഫംഗ്ഷൻ? അഞ്ചു കുഞ്ഞമ്മക്ക്. ശരി, ഓക്കെ. മാർത്താണ്ഡത്ത് ഞാൻ ചുമ്മാണ് പോണത്. മാർത്താണ്ഡത്ത് ഞാൻ പോണേന് ഒരു മെയിൻ റീസൺ ഉണ്ട്. അഞ്ചു കുഞ്ഞമ്മയെ കാണാനോ ഫംഗ്ഷന് പോവാനോ ആരെയും കാണാനോ എല്ലാരെയും കാണണം. അതിനെക്കാട്ടിലും മെയിൻ പഴിഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് ഞാനും എൻ്റെ മോളും കൂടി നാട്ടിലേക്ക് പോവുകയാണ്, അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെറിയൊരു ഫംഗ്ഷനുണ്ട്, അതിന് വേണ്ടി പോവുകയാണ്. സോ അതിനുവേണ്ടി പാപ്കാനൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിൽ കയറി. നമുക്കെപ്പോഴും അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ വലിയൊരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കും അല്ലേ. ഞാനൊക്കെ വിചാരിക്കും നമുക്ക് ഈ നാട്ടിൽ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ നമുക്ക് അറൗണ്ട് 13 to 16 hours ഉണ്ട്. സോ നമുക്ക് ഈ സ്പൈഡർമാനെ പോലെ വല്ല ശക്തിയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കങ്ങനെ കയ്യിൽ നിന്ന് നൂല് വിട്ടങ്ങ് പോവായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ബസ് മൂവ് ആവണ്ടേ, നമുക്കങ്ങനെ ശക്തിയുമില്ല. ശരി, ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കണേ? ഇനിയിപ്പം മണി എത്രയായേ? 7 മണിയായി. നാളെ 10 മണിയാകുമ്പോൾ കൊണ്ട് ചേർക്കും. இப்போ 7 மணி ஆகி நான் 10 மணிக்கு போய் சேருவோம். நம்ம அந்த போய் എൻ്റെ അമ്മ ഫീൽ பண்ண. അമ്മേരെ വീട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും ഫീലിങ്സ് കാണും, പെട്ടെന്ന് പോകണമെന്ന്. അത് എനിക്ക് പ്രത്യേകിച്ച് അമ്മയെ കാണാൻ വേണ്ടി മാത്രമല്ല, പിന്നെ കഴിഞ്ഞു പിടിക്കണം. நான் வந்து அந்த சேச்சியை நோக்காம போனேன். நான் ஒரு டைலாக் சொல்லிட்டேன். പറ. ఆకాశంలో ఉంటాడు చుక్క, నా కొండలో ఉంటాడు అక్క. ഓ, ഇതെവിടെ നിന്ന് പഠിച്ച? ആകാശത്തിലുണ്ടത് ചുക്ക. ചുക്ക മീൻസ് വാട്ട്? ഡോട്ട്. ആകാശത്തിൽ എവിടെ നിന്ന് ഡോട്ട് വേണ? ఆకాశంలో ఉంటాడు చుక్క. ചുക്ക ഒരിക്കൽ കൂടി പറ. ఆకాశంలో ఉంటాడు చుక్క, నా గుండెలో ఉంటాడు అక్క. ശരി, അത് മലയാളത്തിൽ കൂടി പറഞ്ഞൂടാ? അവർക്ക് ആർക്കും തെലുങ്ക് അറിഞ്ഞൂടാ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും തെലുങ്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നീ മലയാളത്തിൽ പറഞ്ഞേ പറ്റൂ. കയ്യിലിരിക്കുന്നില്ല പുള്ളി. പറ പറ പറ. ഇല്ല മലയാളത്തിൽ പറ. ട്രൈ. കയ്യിലിരിക്കും டாட்டு. ஓகே. என்னோட ஹார்ட்ல இருக்கும் சேச்சி. ஸ்கைல இருக்கும் டாட்டு, எந்த ஹார்ட்ல இருக்கும் சேச்சி. அக்கா 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 அக்கா. இந்த ലാസ്റ്റ് എൻഡിങ്ങിൽ வந்து അക്കാ. ഒരൂറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കിളാമ്പാക്കം ബസ് സ്റ്റാൻഡിൽ ഒരു 1/4 മണിക്കൂറോളം നിർത്തി വിട്ടിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ വെച്ച് തന്നെ ഞാനും എൻ്റെ മോളും കൂടി കഴിച്ചിട്ട് പിന്നെ കുറേ നേരം അവളുടെ കൂടി ഞാൻ അങ്ങനെ കളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നോർമലായിട്ട്. ഒരു ഗെയിം ചൊല്ലില്ല, ഞാൻ തെലുങ്ക് പറയും, നീ തമിഴ് പറയണം. ശരി, പറയാം. നെക്സ്റ്റ് வந்து ബസ് ഗെയിം. ഓക്കെ. நம்ம 1 2 3 போல 5 வரைக்கும் 4 வரைக்கும் சொல்லிட்டு பஸ் நமக்கு தெரிஞ்ச வெஹிக்கிள் சொல்லலாம். நம்மளுக்கு நெக்ஸ்ட் வந்து இதெல்லாம் நம்ம ஒரு சினிமா டைலாக் எடுக்கணும். ஓகேவா? அது முன்னாடி போய் அதே ആക്ഷനോட അതേ சொல்லணும். പിന്നെ ഒരു വിധത്തിൽ നേരം വെളുത്തു. നമ്മൾ രാത്രി കയറിയതാണ്, രാവിലെയായി. ഇന്ന് ബസ് പറഞ്ഞതിനെക്കാട്ടിലും നേരത്തെയാണ്. ആക്ച്വലി ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നത് 8 മണിയാകുമ്പോൾ എത്തും എന്നാണ്. സോ 8 മണിക്ക് വിളിക്കാൻ കണക്കിന് അവർ വരായിരുന്നതാണ്. അതിന് മുമ്പ് തന്നെ നമുക്ക് ബസ് 7 മണിക്ക് മുമ്പ് തന്നെ റീച്ചായി. അപ്പം ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ആട്ടോ പിടിച്ച് അങ്ങോട്ട് എത്തി. ഒരിടമില്ല. ഇതാര്? ദിസ് ഈസ് മൈ ബ്ലിങ്കു കുട്ടി.
ബ്ലിങ്ക് കുട്ടി. ദിസ് ഈസ് മൈ മോൾ. ബ്ലിങ്കുവിനെ കൊഞ്ചിയപ്പോൾ കുറച്ച് കുശുമ്പ് വന്നതുകൊണ്ട് അവളെയും കൂടി കൊഞ്ചിയത്. സോ സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷം, അത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കിട്ടാത്തൊരു സന്തോഷം, മനസ്സുഖം. പിന്നെ ഇവിടെ മാങ്ങയുണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ട് എല്ലാവരെയും കണ്ടു. പിന്നെ മാങ്ങയും ചക്കയും അതുപോലെ തന്നെ ചെടികളും ഒക്കെ വായി നോക്കിക്കൊണ്ട് നടന്നു. നല്ല ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ ഞാൻ വന്നപ്പോഴാണ് ശ്രദ്ധിച്ച് ശംഖുപുഷ്പം ഒരുപാടുണ്ട്. ഞാൻ ഈ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വാങ്ങാനിരുന്നതാണ്. ഇനി ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ കുറേ ഞാൻ കണക്ക് കൂട്ടി. അതുപോലെ തന്നെ കുറേ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെടിയൊക്കെ വയ്ക്കാൻ നല്ല രസമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെടിയൊക്കെ വയ്ക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പോകുന്നതിന് മുമ്പേ പറ്റുമെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ചെടി വെച്ചിട്ട് പോവാം. നോക്കാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. താങ്ക് യു.